ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്നിവിടെ ഒരു ക്രാഷ് കോഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മോഡ്യൂൾ 1-ൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇതിൽ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്നുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള 25 ക്വസ്റ്റ്യൻസ്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഡിഫറെൻറ്റ് കിങ്ഡംസ് ഓഫ് ലൈഫ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? അതെ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 4 കിങ്ഡം, 5 കിങ്ഡം. ഈ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആരൊക്കെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ആദ്യത്തേത് നോക്കാം, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ പഠിച്ചതാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പ്രപ്പോസ് ചെയ്തത് ആരായിരുന്നു? കാരോലസ് ലിനേയസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി കാരോലസ് ലിനേയസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 2 കിങ്ഡംസ് ഏതൊക്കെയായിരുന്നു? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ഇനി നമുക്ക് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇത് പ്രപ്പോസ് ചെയ്തത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഇതിലെ 3 കിങ്ഡംസ് എന്ന് പറയുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന 2 കിങ്ഡംസ് കൂടാതെ ഒരു പുതിയ കിങ്ഡം കൂടി ആഡ് ചെയ്തു. ഇവിടെ അപ്പോൾ ന്യൂലി ആഡഡ് കിങ്ഡം ഏതാണ്? അതാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഇനി അടുത്ത് വരുന്ന 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്ന കോപ്ലാൻഡ് ആണ്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ന്യൂലി ആഡഡ് കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയാണ്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റാക്കർ. ഇവിടെ പുതിയതായിട്ട് വന്ന കിങ്ഡം ഏതാണ്? കിങ്ഡം മിച്ചമുള്ളത് നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ 5 കിങ്ഡംസ് ഉണ്ട്. അതിലിപ്പം പുതിയതായിട്ട് നമ്മൾ പറയാത്തത് ഏതാണുള്ളത്? കിങ്ഡം ഫഞ്ചൈ. അപ്പം ഫഞ്ചൈ ഉൾപ്പെടെ 5 കിങ്ഡംസ്. അത് ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷനോട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. ഇത് ആക്ച്വലി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലാണ് ഈ ഒരു ടോപ്പിക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് തമ്മിൽ ബന്ധമുള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ? ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ കാരോലസ് ലിനേയസ്, ഓപ്ഷൻ ബി ബെന്തമാൻ ഹുക്കർ, അരിസ്റ്റോട്ടിൽ, എംഗ്ലർ ആൻഡ് പ്രാൻറ്റിൽ. ഓക്കെ, അപ്പം ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. മൊത്തത്തിൽ എത്ര സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? 3 സിസ്റ്റംസ് ആണ് അല്ലേ? ഏതൊക്കെയായിരുന്നത്? അതെ, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എന്താണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും മെനി ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ്, സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തിട്ട് മോർ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെന്തമാൻ ഹുക്കർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഒഴിവാക്കാം. ഇനി രണ്ടാമത്തേതെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ കാരോലസ് ലിനേയസിൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും ക്ലാസിഫിക്കേഷനെ കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? ലിനേയസ് 2 കിങ്ഡംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഓക്കെ, അപ്പം അങ്ങനെ 2 കിങ്ഡംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അരിസ്റ്റോട്ടലിൽ ഇതുപോലെ തന്നെ പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും 2 ഗ്രൂപ്പ്. ഇതിൽ പ്ലാന്റ്സിനെ തന്നെ അതിൻ്റെ ഒരു സൈസ് അനുസരിച്ച് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്. ഓക്കെ, അപ്പോൾ ഒരു സൈസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രം എടുത്തിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. അങ്ങനെ വളരെ ഫ്യൂ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഏത്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അവിടെ ഉദാഹരണം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ലിനേയസിൻ്റെയും അരിസ്റ്റോട്ടലും. ലിനേയസും ഇതുപോലെ തന്നെയായിരുന്നു, അരിസ്റ്റോട്ടലിനെ പോലെ തന്നെ ഒരുപാട് ക്യാരക്ടർ ഒന്നും എടുക്കാതെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഇപ്പം പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെയാണെങ്കിലും അതിൻ്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സൊക്കെ മാത്രം എടുത്തിട്ടുള്ള ഒരുതരം ക്ലാസിഫിക്കേഷനാണ് ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസംസ്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ എയ്ക്ലർ, ഹച്ചിൻസൺ,
തുടങ്ങിയവ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. 5 kingdom system of classification suggested by R.H. Whittaker is not based on. R.H. Whittakerന്റെ 5 kingdom ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു. ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ വരാത്തത് ക്രൈറ്റീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നോക്കാം. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പം ഒരു ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ്, അവിടെ നമ്മളൊരു ടേം ഉപയോഗിക്കുന്നുണ്ട്. എന്തായിരുന്നു അത്? അതെ, പ്രോക്യാരിയോട്ട് ആൻഡ് യൂക്യാരിയോട്ട് അല്ലേ. എന്താണ് യൂക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ? പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ്, എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിട്ടുള്ള, അതുപോലെ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ്. മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് വെച്ചാൽ മെംബ്രെയിനോട് കൂടിയ, അത് സിംഗിൾ മെംബ്രെയിൻ ആവാം, ഡബിൾ മെംബ്രെയിൻ ആകാം, അങ്ങനെ മെംബ്രെയിനോട് കൂടിയ സെൽ ഓർഗനൽസ് പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂക്യാരിയോട്ട് എന്ന് വിളിക്കുന്നത്. മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഏതൊക്കെയായിരുന്നു? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, ലൈസോസോംസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്. ഒരുപാട് എണ്ണമുണ്ട് ഇതിൽ. ഇനി ഇതൊക്കെ ഉള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂക്യാരിയോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോക്യാരിയോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെംബ്രെയിൻ ബോണ്ട് ഓർഗാനൽസ് ആബ്സെൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആബ്സെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ യൂക്യാരിയോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇതിൻ്റെ ക്രൈറ്റീരിയയിൽ മെയിനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് ഇത് പ്രോക്യാരിയോട്ട് ആണോ യൂക്യാരിയോട്ട് ആണോ എന്നുള്ളത്. അത് ഇപ്പോൾ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്ന കാര്യമാണിത്. ഇനി ബി, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു മേജർ ക്രൈറ്റീരിയ ആയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതായത് ഇതിൻ്റെ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഏതൊക്കെ രീതിയിലാണ് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ ന്യൂട്രീഷൻ വരുന്നത്? നമുക്ക് രണ്ട് മേജർ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓട്ടോട്രോഫ്സ് ആൻഡ് ഹെറ്ററോട്രോഫ്സ്. ഓട്ടോട്രോഫ്സ് എന്ന് വെച്ചാൽ ഓർഗാനിസംസ് വിച്ച് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ. ഹെറ്ററോട്രോഫ്സ് ഓർഗാനിസംസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ അതർ ഓർഗാനിസംസ്. ഓക്കെ, ഇതിൽ ഓട്ടോട്രോഫിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫോട്ടോ സിന്തറ്റിക് ആൻഡ് കീമോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് എന്ന് വെച്ചാൽ നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ, അവിടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട് ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ ലോവർ ഓർഗാനിസംസ് ആൽഗെ പോലുള്ളതൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഉള്ളതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്. ഇനി കീമോസിന്തറ്റിക് എക്സാമ്പിൾ എന്താണ്? ബാക്ടീരിയ ആണ് വരുന്നത് കേട്ടോ. ചിലതരം ബാക്ടീരിയകൾക്ക് ഇനോർഗാനിക് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് ഫുഡ് സിന്തസിസ് ചെയ്യാൻ പറ്റും. അവിടെ എനർജി സോഴ്സ് എന്ന് പറയുന്ന ലൈറ്റ് അല്ല, ഈ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുമ്പോഴോ അതിൽ തന്നെ പാരസൈറ്റ്സ് ഉണ്ട്. മറ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് ഫുഡ് എടുക്കുന്നു, അല്ലെങ്കിൽ പ്രിപ്പയർഡ് ഫുഡ് എടുക്കുകയോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയോ ചെയ്യുന്നു. അതിനാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ കാണപ്പെടുന്ന ഓർഗാനിസത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ വരുന്നത് ബാക്ടീരിയയിൽ സാപ്രോഫൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫംഗസ്, അതും സാപ്രോഫൈറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് ഫംഗസുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹോളോസോയിക് ന്യൂട്രീഷൻ, ഇതൊക്കെയാണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതും ഒരു ക്രൈറ്റീരിയ ആയിട്ട് 5 kingdom ക്ലാസിഫിക്കേഷനിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. കോംപ്ലക്സിറ്റി ഓഫ് ബോഡി ഓർഗനൈസേഷൻ. ഈ ഡിഫറെൻറ്റ് കിങ്ഡംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി ഓർഗനൈസേഷൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കിങ്ഡം മോണിയറ പറയാം. കിങ്ഡം മോണിയറയിൽ വരുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടുകൾ വരുന്ന കിങ്ഡമാണെന്ത്? കിങ്ഡം മോണിയറ. ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി രണ്ടാമത്തെ എടുക്കാം. കിങ്ഡം പ്രൊട്ടിസ്റ്റ എടുത്തു കഴിഞ്ഞാൽ അവിടെയും യൂണിസെല്ലുലാർ ആണ്, പക്ഷേ യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് വരുന്ന കിങ്ഡമാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഓക്കെ, ഇനി മൂന്നാമത്തേത് കിങ്ഡം ഫഞ്ചൈ. അവിടെ യൂണിസെല്ലുലാർ ഉണ്ട്, വളരെ റെയർ ആണ്, പക്ഷേ ഉണ്ട്, ചില മെമ്പേഴ്സൊക്കെ ഉണ്ട്. അതുകൂടാതെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്, പക്ഷേ അവർ ഫോട്ടോസിന്തറ്റിക് ഒന്നും അല്ല. എക്സാമ്പിൾ ഫഞ്ചൈ ആണ് വരുന്നത് കേട്ടോ. നമ്മൾ ഫംഗൽ കിങ്ഡത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് മൂന്നാമത്തേത്. ഇനി പിന്നെ വരുന്നത് കിങ്ഡം പ്ലാന്റ്, പിന്നെ കിങ്ഡം അനിമേൽ. കിങ്ഡം പ്ലാന്റ് വരുന്നത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓട്ടോട്രോഫിക് ഓർഗാനിസംസും യൂക്യാരിയോട്ടാണ്. ഇനി കിങ്ഡം അനിമേലിയ വരുന്നത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആണ് വരുന്നത്. കിങ്ഡം
അനിമേലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കോംപ്ലക്സിറ്റി ഓഫ് ബോഡി ഓർഗനൈസേഷൻ നോക്കുമ്പോൾ ലോവർ ഓർഗാനിസത്തിൽ യൂണിസെല്ലുലാറിൽ തുടങ്ങിയിട്ട് ഹയറിലോട്ട് വരുമ്പോഴത്തേനും അത് മൾട്ടി സെല്ലുലാർ വരുന്നു. അതിൽ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അങ്ങനെ ആ ഒരു കോംപ്ലക്സിറ്റി ഇൻക്രീസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് കിങ്ഡംസെ കുറിച്ച് നമുക്ക് നന്നായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് NCERT ടെക്സ്റ്റിൽ ക്ലാസിഫിക്കേഷൻ്റെ തുടക്കത്തിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ടേബിൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേബിൾ നന്നായി പഠിച്ചതിന് ശേഷം ബാക്കി ഡിഫറെൻറ്റ് കിങ്ഡംസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോക്യാരിയോട്ട്? തന്നിരിക്കുന്നതിൽ പ്രോക്യാരിയോട്ട് അല്ലാത്തത് ഏത്? ഓക്കെ, പ്രോക്യാരിയോട്ടിൻ്റെ കിങ്ഡം ഏത് മാത്രമാണ്? കിങ്ഡം മോണീറ അല്ലേ? കിങ്ഡം മോണീറയാണ് പ്രോക്യാരിയോട്ട്. ബാക്കി എല്ലാ 4 കിങ്ഡംസും യൂക്യാരിയോട്ടുകളുടെ കിങ്ഡമാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഏതാണ് പ്രോക്യാരിയോട്ട് അല്ലാത്തതെന്ന്. ഓപ്ഷൻ എ സക്കാരോമൈസസ്. എന്താണ് സക്കാരോമൈസസ്? സക്കാരോമൈസസ് സെർവീസിയെ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായിരുന്നു അത്? ഈസ്റ്റ് കേട്ടോ. അപ്പം ഈസ്റ്റ് എന്ന് പറയുന്നത് ഫംഗസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഈസ്റ്റ് ആണ്. ബാക്കി 3 ഓപ്ഷൻസ് മൈക്കോബാക്ടീരിയം, നോസ്റ്റോക്ക്, ഓസിലറ്റോറിയ, ഇത് 3ഉം ഏതിൽ വരുന്നതാണ്? കിങ്ഡം മൊണീറയിൽ വരുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കോമൺ ക്യാരക്ടർ ഇൻ ബാക്ടീരിയ ആൻഡ് സയനോബാക്ടീരിയ ഈസ്. ഓക്കെ, ബാക്ടീരിയയിലും സയനോബാക്ടീരിയയിലും കാണപ്പെടുന്ന ഒരു കോമൺ ക്യാരക്ടർ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഒക്കറൻസ് ഓഫ് ഓക്സിജനിക് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ബാക്ടീരിയയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ? ഉണ്ടല്ലേ, ബാക്ടീരിയയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. എന്നാൽ അത് ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് അല്ല. ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോഴത്തേനും പ്ലാൻ കിങ്ഡത്തിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് ഓക്സിജനിക് ഫോട്ടോസിന്തസിസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓക്സിജൻ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിജനിക് ഫോട്ടോസിന്തസിസ്. ബാക്ടീരിയയും അതുപോലെ സയനോബാക്ടീരിയയും ഒക്കെ തന്നെ എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. എന്നാൽ അവിടെ എന്ത് ഇവോൾവ് ചെയ്യുന്നില്ല? ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഓപ്ഷൻ ബി പ്രസൻസ് ഓഫ് ഫോട്ടോസിന്തറ്റിക് ലാമെല്ലെ. ഫോട്ടോസിന്തറ്റിക് ലാമെല്ലെ എന്ന് പറയുമ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ലാമെല്ലയും എന്തിൽ ആബ്സെൻ്റ് ആണ്? ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിസത്തിൽ ആബ്സെൻ്റ് ആണ്. അടുത്തത് പ്രസൻസ് ഓഫ് വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് അല്ലേ? വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് പ്രസൻ്റ് ആണെങ്കിൽ നമുക്കതിനെ പ്രോക്യാരിയോട്ട് എന്ന് വിളിക്കാൻ പറ്റുമോ? യൂക്യാരിയോട്ടാണ് അല്ലേ ഇത്? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ബാക്ടീരിയയും സയനോബാക്ടീരിയയും പ്രോക്യാരിയോട്ട് അല്ലേ? അപ്പോൾ ഇവിടെ പ്രസൻസ് ഓഫ് വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ഓപ്ഷൻ ഡി സെൽ വോൾ ബീയിങ് കമ്പോസ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയുടെ സെൽ വാൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. അപ്പോൾ ഇതും ഒരു ചോദ്യമാണ് കേട്ടോ. നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ കുറേ ചോദ്യങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇവിടെ സെൽ വാൾ ബീയിങ് കമ്പോസ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. അപ്പം ബാക്ടീരിയൽ സെൽ വാളിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ പഠിച്ചു, പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇനി ഓക്സിജനിക് ഫോട്ടോസിന്തസിസ്. ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ആണോ ബാക്ടീരിയയിൽ നടക്കുന്നത്? നമ്മൾ ഫോട്ടോസിന്തസിസ് എല്ലാത്തരം ഫോട്ടോസിന്തസിസിലും ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ആ ഒരു ചോദ്യവും നമുക്കിതിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ? ഓക്കെ, എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ കാണപ്പെടുന്ന ഓർഗാനിസം ഏതാണ്? ഓക്കെ, ഇവിടെ ബാക്ടീരിയ അതായത് കിങ്ഡം മോണീറയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് യു ബാക്ടീരിയ. ഓക്കെ, യു ബാക്ടീരിയ. ഓപ്ഷൻ ബി സയനോബാക്ടീരിയ, സി മൈക്കോബാക്ടീരിയ, ഡി ആർക്കിയോബാക്ടീരിയ. നമുക്ക് ബാക്ടീരിയയുടെ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ആദ്യം വരുന്നത് ആർക്കിയോബാക്ടീരിയ. ആർക്കിയോബാക്ടീരിയ, ദെൻ യു ബാക്ടീരിയ. യു ബാക്ടീരിയനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബാക്ടീരിയ ആൻഡ് സയനോബാക്ടീരിയ. ഇതുകൂടാതെ മൈക്കോപ്ലാസ്മ. ഇത് ഇത്രയുമാണ് ബാക്ടീരിയയുടെ ഒരു ജനറലായിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ആദ്യം നോക്കാം ആർക്കിയോബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണെന്ന്. ആർക്കിയോബാക്ടീരിയ ഈസ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ, അല്ലെങ്കിൽ അതിൻ്റെ ഏൻഷ്യൻ്റ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നതാണ് ആർക്കിയോബാക്ടീരിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത് എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അത് എക്സ്ട്രീം സലൈനിറ്റി, അതുപോലെ വളരെ ഹോട്ടായിട്ടുള്ള എൻവയോൺമെൻറ്റ്, വളരെ കോൾഡ് ആയിട്ടുള്ള അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ കാണപ്പെടുന്നതാണ് ആർക്കിയോബാക്ടീരിയ. അതിന് വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഒന്നാമത് വരുന്നത്
ഹാലോഫിൽസ്. ഓക്കെ, ഹാലോഫിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾട്ട് വാട്ടറിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് ഹാലോഫിൽസ് എന്ന് പറയുന്നത്. ഹാലോഫൈറ്റ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സോൾട്ടിൽ കാണപ്പെടുന്ന ഓർഗാനിസംസ്, പ്ലാന്റ്സിനെയൊക്കെയാണ് നമ്മൾ ഹാലോഫൈറ്റ്സ് എന്ന്. അപ്പോൾ ഹാലോഫിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾട്ട് കണ്ടീഷനിൽ, സോൾട്ടുള്ള വാട്ടറിലൊക്കെ കാണുന്ന ബാക്ടീരിയമാണ് ഹാലോഫിൽസ്. ഇനി രണ്ടാമത്തേത് തെർമോ ആസിഡോഫിൽസ്. തെർമോ ആസിഡോഫിൽസ് എന്ന് പറയുമ്പോൾ തെർമൽ സ്പ്രിങ്സ് ഒക്കെ കാണപ്പെടുന്ന ബാക്ടീരിയമാണ് തെർമോ ആസിഡോഫിൽസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് മെത്തനോജൻസ്. മെത്തനോജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് നമ്മൾ മെത്തനോജൻസ് എന്നറിയപ്പെടുന്നത്. ഇവർ റൂമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ടിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മാർഷി ഏരിയാസിലൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയമാണ് മെത്തനോജൻസ്. ഈ നമുക്കറിയാം കൗഡങ് എന്ന് വെച്ചാൽ ബയോഗ്യാസ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് മീഥേനാണ് അല്ലേ? ഇത്തരത്തിൽ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഈ മെത്തനോജൻസിന് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത കാറ്റഗറി നമ്മൾ ആർക്കിയ ബാക്ടീരിയയെ പറ്റി പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് യു ബാക്ടീരിയ. ട്രൂ ബാക്ടീരിയ എന്നറിയപ്പെടുന്നതാണ് യു ബാക്ടീരിയ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ നമ്മൾ പറയാറുള്ള ബാക്ടീരിയ വരുന്നതാണ് ട്രൂ ബാക്ടീരിയ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ. അതുകൂടെ അതിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് സയനോ ബാക്ടീരിയ. സയനോ ബാക്ടീരിയ അറിയപ്പെടുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ്. ഓക്കെ, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയക്ക് എക്സാമ്പിളാണ് ആര്? സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത്, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല, മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അനേറോബിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയമാണ് ഈ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ. സലൈൻ കണ്ടീഷനിൽ കാണപ്പെടുന്ന ആരാണ്? ഹാലോഫിൽസ് അല്ലേ? അപ്പോൾ ഹാലോഫിൽസിൽ വരുന്നത് ആരാണ്? ആർക്കിയ ബാക്ടീരിയ. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓഫ് യു ബാക്ടീരിയ ഫോർ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, യു ബാക്ടീരിയയിൽ വരുന്ന സയനോ ബാക്ടീരിയയിലാണ് ഈ പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണപ്പെടുന്നത്. അപ്പോൾ അത് ഏത് മെമ്പർ ആണെന്ന് ചോദിച്ചാൽ നോസ്റ്റോക്കിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോസ്റ്റോക്കിൽ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയിൽ കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഹെട്രോസിസ്റ്റ്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷനും കൂടെ നോക്കാം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കാം. ഹോൾഡ് ഫാസ്റ്റ്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അക്വാറ്റിക് ഓർഗാനിസംസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രൗൺ ആൽഗെ, നിങ്ങൾ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിക്കാൻ പോകുന്നതാണ്. ബ്രൗൺ ആൽഗെ അത്തരത്തിലുള്ള മെമ്പേഴ്സിലൊക്കെ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ കാണും. ഒരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, റൂട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു സബ്സ്ട്രേറ്റത്തിൽ പോയി പിടിച്ചിരിക്കുന്നതിന് സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഹോൾഡ് ഫാസ്റ്റ്. ഓക്കെ, ഇനി ഹോർമോഗോൺസ്. ഹോർമോഗോൺസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സയനോ ബാക്ടീരിയയിൽ തന്നെ അൺഫേവറബിൾ കണ്ടീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറിനെ വിളിക്കുന്ന പേരാണ് ഹോർമോഗോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓപ്ഷൻ ഡി, ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ഔട്ടർ കവറിംഗ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ് ക്യാപ്സ്യൂൾ. അപ്പം ഈ ബാക്ടീരിയയൊക്കെ വളരെ റെസിസ്റ്റൻ്റ് ആവാൻ കാരണം ആൻറ്റിബയോട്ടിക്സിനും മറ്റുമൊക്കെ വളരെ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറാണത് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്. ബാക്ടീരിയൽ ഡിസീസിന് എക്സാമ്പിൾ. ഓക്കെ, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ. റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഡിസീസാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കൊളിറ്റോട്രൈക്കം ഫാൽക്കേറ്റം. ഓക്കെ, ഇനി ബെഞ്ചി ടോപ്പ് ഓഫ് ബനാന. ബെഞ്ചി ടോപ്പ് ഓഫ് ബനാന ഈസ് കോസ്ഡ് ബൈ ബനാന ബെഞ്ചി ടോപ്പ് വൈറസ്. അപ്പോൾ ഇതൊരു വൈറൽ ഡിസീസാണ്. ഓപ്ഷൻ സി, സിട്രസ് കാങ്കർ. സിട്രസ് കാങ്കർ ഇസ് കോസ്ഡ് ബൈ സാന്തോമോണസ് സിട്രി. ഇത് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി ഓപ്ഷൻ ഡി, ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ. ഇതൊരു ഫംഗൽ ഡിസീസാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിസീസും അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 ഡിസീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൽ കൂടുതൽ ഒരുപാട് ബാക്ടീരിയൽ ഡിസീസൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ച് നമ്മൾ പഠിക്കാനാണെങ്കിൽ ഒരുപാട് എണ്ണം ഉണ്ട്. പ്ലാന്റ് ഡിസീസും അതുപോലെ തന്നെ അനിമൽസിനെ ഹാംഫുൾ
ആയിട്ടുള്ളതും ഒക്കെ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. അപ്പം നമ്മൾ ആദ്യം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറേ ഡിസീസും അതിൻ്റെ കോസറ്റീവ് ഓർഗാൻസും വ്യക്തമായിട്ട് പഠിക്കണം. കാരണം ഇതിൽ പലതും സയൻറ്റിഫിക് നെയിംസ് ആണ്. അപ്പോൾ ഈ സയൻറ്റിഫിക് നെയിംസ് എല്ലാം കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കത്തില്ല. അപ്പം അഡീഷണൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ നിങ്ങൾ തലയിൽ കുത്തി നിറയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് ഇരിക്കില്ല. അപ്പം ടെക്സ്റ്റിലുള്ളതെല്ലാം നിങ്ങൾ തറവായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലേക്ക് വന്നു. മൊണീറയിലെ ക്വസ്റ്റ്യൻസ് ഏകദേശം കവർ ചെയ്തു. ഇനി കിങ്ഡം പ്രൊട്ടിസ്റ്റയിലേക്കാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് ക്രൈസോഫൈറ്റ്സ് ആണ്. ഇവിടെ ക്ലൈസോ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ക്രൈസോഫൈറ്റ്സ് ആണ്. ഓപ്ഷൻ ബി ഡൈനോഫ്ലജലേറ്റ്സ്, ഓപ്ഷൻ സി പ്രോട്ടോസോവൻസ്, ഓപ്ഷൻ ഡി യൂഗ്ലിനോയിഡ്സ്. ഇവർ 4 ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇവർ 4 പേരും ഏതിലെയാണ്? കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ മെമ്പേഴ്സ് ആണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ക്രൈസോഫൈറ്റ്സിലേക്ക് പോവാം. ക്രൈസോഫൈറ്റ്സിൽ വരുന്ന മെമ്പേഴ്സ് ആണ് ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. ഓക്കെ, ഡയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ് ഡയറ്റോമേഷ്യസ് എർത്ത്. എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറ്റംസിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അപ്പം ചീഫ് പ്രൊഡ്യൂസേഴ്സ്, അതായത് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് ഓഷ്യനിൽ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആരാണ്? ക്രൈസോഫൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ എന്താണ്? ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഓപ്ഷൻ ബി ഡൈനോഫ്ലജലേറ്റ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഡൈ മീൻസ് 2, ഫ്ലജലേറ്റ്സ് ഫ്ലജല, 2 ഫ്ലജല ഉള്ള ഓർഗാനിസംസ് ആണ് കേട്ടോ ഡൈനോ ഫ്ലജലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഡൈനോ ഫ്ലജലേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റെഡ് ടൈഡ് ഈസ് കോസ്ഡ് ബൈ. ഡൈനോ ഫ്ലജലേറ്റ്സിലെ മെമ്പറായ ഗോണിയോലെക്സ്. ഇപ്പം ഞാൻ പറയുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും സ്ഥിരമായി ചോദിക്കുന്നതുമാണ് ഓപ്ഷൻ്റെ കൂടെ ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും കിട്ടും. അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്ഷൻ്റെ കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് അതിൽ അമീബോയിഡ്, ഫ്ലജലേറ്റഡ്, സീലിയേറ്റഡ്, സ്പോറോസോവൻസ്, ഇത്രയുമാണ് പ്രോട്ടോസോവൻസ് വരുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഇനി വരുന്നുണ്ട്. അവിടെ നമുക്ക് അവരെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി വരുന്നത് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പറാണ് യൂഗ്ലീന എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ 1-2 ക്വസ്റ്റ്യനോടെ നോക്കാം. യൂഗ്ലീനയുടെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്സോട്രോഫിക് ന്യൂട്രീഷനാണ് യൂഗ്ലീന കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഓട്ടോട്രോഫായിട്ട് ആക്ട് ചെയ്യുന്നു, എന്നാൽ ലൈറ്റിൻ്റെ ആബ്സെൻസിലോ ഹെട്രോട്രോഫായിട്ട്. അതാണ് ഒരു പ്രേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ന്യൂട്രീഷൻ. അപ്പം മിക്സോട്രോഫിക് ന്യൂട്രീഷനാണ് ആര്? യൂഗ്ലീന. ഇനി യൂഗ്ലീനയുടെ സ്ട്രക്ചറലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ് പെല്ലിക്കിൾ. വാട്ട് ഇസ് പെല്ലിക്കിൾ? യൂഗ്ലീനയുടെ ബോഡി വളരെ ഫ്ലെക്സിബിൾ ആണ്. ഇത്തരത്തിൽ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെല്ലിക്കിൾ. ഒരു പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചറാണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് അതിനെ കൺസിഡർ ചെയ്യുന്നത് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്, ആനിമൽ ആൻഡ് ഫംഗൽ കിങ്ഡം. കാരണം ഈ 3 കിങ്ഡത്തിൻ്റെയും ക്യാരക്ടർ കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഓർഗാനിസം അല്ല, ഗ്രൂപ്പാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഇതിലെ മെമ്പേഴ്സിനെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്ലാന്റ് ലൈക്ക് ക്യാരക്ടർ ഉള്ളവരുണ്ട്. ഇപ്പോൾ യുഗ്ലീന നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തറ്റിക് ആണ്. ഓക്കെ, ആനിമൽ ലൈക്ക് ക്യാരക്ടർ അതും യുഗ്ലീനയിൽ തന്നെ കാണുന്നുണ്ട് അല്ലേ. കാരണം ആനിമൽസിനെ പോലെ ഹെട്രോട്രോഫിക് ന്യൂട്രീഷനാണ്. അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക് നേച്ചർ കാണിക്കുന്ന സ്ലൈം മോൾസ് എന്ന് പറയുന്ന ഒരു മെമ്പറുണ്ട്. സ്ലൈം മോൾസ് എന്ന് വെച്ചാൽ സാപ്രോഫൈറ്റിക് ആണ്, അതൊരു ഫംഗൽ ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് കിങ്ഡം പ്രൊട്ടിസ്റ്റയെക്കുറിച്ച് വളരെ അത്യാവശ്യമുള്ള കുറച്ച് പോയിന്റ്സ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതും കിങ്ഡം പ്രൊട്ടിസ്റ്റയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് 4 ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നോക്കാം. സ്ലിപ്പർ ആനിമക്യൂൾ. എന്താണ് സ്ലിപ്പർ ആനിമക്യൂൾ എന്നറിയപ്പെടുന്നത്? പാരമീസിയമാണ്. പാരമീസിയത്തിൻ്റെ ഡയഗ്രാം ഒക്കെ നിങ്ങൾ വരച്ചിട്ടുണ്ടാകും. ഒരു ചെരുപ്പിൻ്റെ ആകൃതിയുള്ളതാണ് അല്ലേ പാരമീസിയം. അതുകൊണ്ട് തന്നെ ഇതിനെ സ്ലിപ്പർ ആനിമക്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി റെഡ് ടൈഡ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. റെഡ് ടൈഡ് ഈസ് കോസ്ഡ് ബൈ ഗോണിയോലെക്സ്. അതായത് കടലിലെ വെള്ളത്തിന് ഈ ഒരു കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ഗോണിയോലെക്സിൻ്റെ മെമ്പേഴ്സ് വളരെയധികം ആയി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു? അവിടുത്തെ വാട്ടർ റെഡ് കളറായിട്ട് വരുന്നു. അപ്പോൾ അതിനെ നമ്മൾ റെഡ് ടൈഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഫയർ ഓഫ് സീ.
ഓക്കെ, അത് നൊക്ടിലൂസയാണ് ആൻസർ വരുന്നത്. ഗോണിയോലക്സ് പോലെ തന്നെ ഉള്ളൊരു ഓർഗാനിസമാണ് നൊക്ടിലൂസ. ഇതിൻ്റെ എമൗണ്ടും കൂടി കഴിയുമ്പോഴത്തേനും കടലിലെ വെള്ളത്തിലൊക്കെ നമുക്ക് ഒരു ബയോലൂമിനസെൻസ് കാണിക്കുന്ന ഓർഗാനിസമാണ് നൊക്ടിലൂസ എന്ന് പറയുന്നത്. അപ്പോൾ കടലിലെ വെള്ളത്തിലെ രാത്രികാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മിന്നാമിനിങ് ഒക്കെ പോലെ ഒരു ബയോലൂമിനസെൻസ് കാണിക്കുന്ന ഓർഗാനിസമാണ് നൊക്ടിലൂസ. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഫയർ ഓഫ് സീ എന്നാണ്. ഇനി ഓപ്ഷൻ ഡി, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇൻഡസ്ട്രി. അതിന് ഉത്തരം എന്ന് പറയുന്നത് GRD ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചിലതൊക്കെ ടെക്സ്റ്റിന് പുറത്തുള്ളതാണ്, പക്ഷേ നീറ്റിൻ്റെ ചോദിക്കുന്ന ആയതുകൊണ്ട് ടെക്സ്റ്റിന് പുറത്തൊന്നും ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂട്രീഷൻ ഇൻ പ്രൊട്ടിസ്റ്റ് ഈസ്. ഓക്കെ, കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ന്യൂട്രീഷൻ എന്താണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ ബാക്കി 3 കിങ്ഡത്തിൻ്റെയും ബിഹേവിയർ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? ഹോളോഫൈറ്റിക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഹോളോസോയിക്ക് കൊടുത്തിട്ടുണ്ട്, സാപ്രോഫൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും? ഓൾ ഓഫ് ദീസ് ആൻസർ വരും. കാരണം എല്ലാ ടൈപ്പ് ന്യൂട്രീഷനും കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആര്? കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ്? ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏത് ഓർഗാനിസമാണ്? ഓപ്ഷൻ എ, ഡൈനോഫ്ലജലേറ്റ്സ്. ഓക്കെ, ഡൈനോഫ്ലജലേറ്റ്സിൽ നമ്മൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. ഡയറ്റംസും പഠിച്ചിട്ടില്ല. സ്ലൈമോൾസിലും അങ്ങനെ പ്രത്യേകിച്ച് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രോട്ടോസോവൻസ് ആണ്. പ്രോട്ടോസോവൻസിനെ ലോക്കോമോട്ടറി ഓർഗൻസ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? അമീബോയിഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്, സ്പോറോസോവൻസ്. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പായ അമീബോയിഡ് പ്രോട്ടോസോവൻ, അതിന് എക്സാമ്പിളാണ് അമീബ. ഇതിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത് സ്യൂഡോപോഡിയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പായ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ, അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഫ്ലജല്ലയാണ്. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ട്രിപ്പാനോസോമ ഗാംബിയൻസ്. ട്രിപ്പാനോസോമ ഗാംബിയൻസ് ഗാംബിയ ഫീവർ അഥവാ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് ട്രിപ്പാനോസോമ ഗാംബിയൻസ്. അപ്പോൾ അതൊരു ചോദ്യമാണ്. ഇനി സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, അതിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ സീലിയാണ്. എക്സാമ്പിൾ പാരമീസിയം. പാരമീസിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ന്യൂമറസ് സീലി അവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പോറോസോവൻ. സ്പോറോസോവൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ സ്പോറോസോവൻസിൽ വരുന്നത്. ഒരു പേര് വരാൻ കാരണം അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സ്പോർ പ്രൊഡ്യൂസിങ് സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പോറോസോവൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് പ്ലാസ്മോഡിയം. മലേറിയ കോസ് ചെയ്യുന്ന മലേറിയൽ പാരസൈറ്റാണ് പ്ലാസ്മോഡിയം. വെക്ടറാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. അപ്പം ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഒരു കാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഫ്രീ ലിവിങ് മൾട്ടിന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് സ്ലൈമോൾസ് ആർ കോൾഡ്. ഇനി നമ്മൾ ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ അധികം ഡിസ്കസ് ചെയ്യാത്ത, അധികം പറയാത്ത ഒരു മെമ്പറാണ് സ്ലൈമോൾസ്. സ്ലൈമോൾസിൻ്റെ ബോഡീനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ലാസ്മോഡിയം എന്നാണ് കേട്ടോ. ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള കൂടിച്ചേർന്ന് കിടക്കുന്ന ഒരു ബോഡിയാണുള്ളത്. അതിൽ തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറയും. മൾട്ടി ന്യൂക്ലിയേറ്റ്, അതായത് ഒരു സിംഗിൾ ഒരു സെല്ല് പോലുള്ള സ്ട്രക്ചറിനകത്ത് കുറേ ന്യൂക്ലിയസ് ഉള്ളൊരു സ്ട്രക്ചർ, ഒരു ഓർഗാനിസമാണ് ഈ പറഞ്ഞ സ്ലൈമോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബോഡിയെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡിയം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇത് ഫേവറബിൾ കണ്ടീഷനിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സെവറൽ ഫീറ്റ് ഗ്രോ ചെയ്ത് ഈ ഒരു പ്ലാസ്മോഡിയം അങ്ങ് പോവും. അങ്ങ് വളർന്ന് കുറേ ഫീറ്റ് പോവുകയും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴത്തേനും ഇതിൻ്റെ ബോഡിയിൽ നിന്ന് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരത്തിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെയാണ് സ്പൊറാഞ്ചിയ എന്ന് വിളിക്കുന്നത്. ഈ സ്പൊറാഞ്ചിയയിൽ നിന്ന് ഡിഫറെൻറ്റ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അൺഫേവറബിൾ കണ്ടീഷൻ അത് കഴിയുമ്പോൾ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ സ്ലൈമോൾസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി സ്ലൈമോളിനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, ഇത് സാപ്രോഫൈറ്റ്സ് ആണ്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ, അത് ഫംഗസുമായിട്ട് സാമ്യമുള്ള ഒരു ഓർഗാനിസമാണ് സ്ലൈമോൾസ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഫ്രീ ലിവിങ് മൾട്ടിന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസ്മ ഓഫ് സ്ലൈമോൾസ് ആർ കോൾഡ്. എന്തായിരുന്നു ഞാൻ പറഞ്ഞു അല്ലേ? ഓപ്ഷൻ ഏതാണ്? പ്ലാസ്മോഡിയം. അപ്പോൾ ഓപ്ഷൻ ബി സ്പൊറാഞ്ചിയോ, അത് അൺഫേവറബിൾ കണ്ടീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് വരേണ്ടത്. നമ്പർ മാറിപ്പോയി 13 ആണ് കൊടുത്തിരിക്കുന്നത്. സീലിയേറ്റ്സ് ഡിഫർ ഫ്രം അതർ പ്രോട്ടോസോവൻസ് ഇൻ. അതർ പ്രോട്ടോസോവൻസും സീലിയേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ സീലിയേറ്റ്സിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ സീലിയാണ് അല്ലേ? അതൊന്ന് മനസ്സിൽ വെച്ചേക്ക്. എന്നിട്ട് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ എ യൂസിങ് ഫ്ലജല്ല ഫോർ ലോക്കോമോഷൻ. അപ്പോൾ നമുക്കറിയാം സീലിയേറ്റ്സ് എന്ന് പറയുന്നത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫ്ലജല്ല ലോക്കോമോട്ടറി ഓർഗൻ ആണോ? അല്ല. ഇനി ഹാവിങ് എ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഫോർ റിമൂവിങ് എക്സസ് വാട്ടർ. എക്സസ് വാട്ടർ റിമൂവ് ചെയ്യുന്നതിന് കോൺട്രാക്റ്റൈൽ വാക്യൂളുള്ള ഓർഗാനിസം ഏതായിരുന്നു? അമീബയുടെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അമീബയിലെ ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ. കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഉപയോഗിച്ചാണ് അതിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഒക്കെ പുറത്തേക്ക് വെള്ളത്തിലേക്ക് കടത്തിവിടുന്നത് കോൺട്രാക്റ്റൈൽ വാക്യൂളാണ്. അപ്പോൾ അത് അമീബോയിഡ് പ്രോട്ടോസോവൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇനി യൂസിങ് സ്യൂഡോപോഡിയ ഫോർ ക്യാപ്ചറിങ് പ്രേ. അപ്പോൾ സ്യൂഡോപോഡിയയും ആരുടെ ക്യാരക്ടറാണ്? അതെ, നമ്മൾ പഠിച്ച അമീബോയിഡ് പ്രോട്ടോസോവൻ്റെ ക്യാരക്ടറാണ് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഹാവിങ് 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയം. ഈ 2 തരത്തിലുള്ള ന്യൂക്ലിയസിൻ്റെ കാര്യം പറഞ്ഞു. സീലിയേറ്റഡ് പ്രോട്ടോസോവനായ പാരമീസിയം, അതിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയ കാണാം. ഒന്ന് മാക്രോ ന്യൂക്ലിയസ് എന്നും ഒന്ന് മൈക്രോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ന്യൂക്ലിയസിലൊരു ഡൈമോർഫിസം കാണിക്കുന്ന ഓർഗാനിസമാണ് സീലിയേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാവിങ് 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയ എന്ന് പറയുന്നത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ അല്ലെ എൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി. 14th ക്വസ്റ്റ്യൻ നോക്കാം. ബ്രാഞ്ച്ഡ് എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് മൈസീലിയം ഈസ് ഫൗണ്ട് ഇൻ. ഓക്കെ, ഇത് നമ്മൾ കിങ്ഡം ഫഞ്ചയിലേക്ക് വന്നു കേട്ടോ. നമ്മൾ കിങ്ഡം പ്രൊട്ടിസ്റ്റ കഴിഞ്ഞു, ഇനി അടുത്ത കിങ്ഡം ഫഞ്ചെ തുടങ്ങുകയാണ്. ഇതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതിൻ്റെ ബോഡി ഓർഗനൈസേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ബ്രാഞ്ച്ഡ് എസെപ്റ്റേറ്റ് സീനോസൈറ്റിക് മൈസീലിയം. മൈസീലിയം എന്ന് പറയുന്നത് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിന് മൈസീലിയം എന്തായിരുന്നു? ഫംഗൽ പ്ലാൻ ബോഡി അല്ലേ മൈസീലിയം എന്ന് പറയുന്നത്. ഫംഗൽ പ്ലാൻ ബോഡി മൈസീലിയം കുറേ ബ്രാഞ്ചഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്, ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ ഹൈഫൈ എന്ന് വിളിക്കും. അങ്ങനെ ഹൈഫൈ എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് മൈസീലിയം എന്നാണ് ഫംഗൽ പ്ലാൻ ബോഡിയെ വിളിക്കുന്ന പേര്. ഇത്തരത്തിലുള്ള മൈസീലിയം എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ആദ്യം ഒന്ന് സെപ്റ്റേറ്റ് മൈസീലിയം എന്നും രണ്ടാമത്തെ ഗ്രൂപ്പ് അസെപ്റ്റേറ്റ് മൈസീലിയം. സെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ സെപ്റ്റം അഥവാ ക്രോസ് വോൾ പ്രസൻ്റ് ആണ്. അതായത് ഒരു സ്ലെൻഡർ ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്രോസ് വോൾ ഉള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണെന്ത്? സെപ്റ്റേറ്റ് മൈസീലിയം എന്ന് പറയുന്നത്. അസെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ക്രോസ് വോൾ ഒന്നുമില്ല, വളരെ ഫ്രീ ആയിട്ടൊരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ വരുന്നു, അതിനകത്ത് സെപ്റ്റം ഒന്നും ഇല്ലാത്തതാണ് അസെപ്റ്റേറ്റ് മൈസീലിയം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിലത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ക്രോസ് സെപ്റ്റത്തിനകത്തും ഓരോ ന്യൂക്ലിയസ് കാണാൻ കഴിയും. അത്തരത്തിലുള്ളതിനെ വിളിക്കുന്ന പേരാണ് അത് നമ്മുടെ സെപ്റ്റേറ്റ് മൈസീലിയത്തിൽ. ഇനി അസെപ്റ്റേറ്റിൽ അങ്ങനെ സെപ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂക്ലിയസ് എല്ലാം കൂടിച്ചേർന്ന് കാണപ്പെടുന്നു. അപ്പോൾ അതൊരു മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിനെയാണ് സീനോസൈറ്റിക് മൈസീലിയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സെപ്റ്റേറ്റ്, അസെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ സെപ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂക്ലിയസ് ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നു, അതിനെ സീനോസൈറ്റിക് മൈസീലിയം എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ബ്രാഞ്ച്ഡ് എസെപ്റ്റേറ്റ് സീനോസൈറ്റിക് മൈസീലിയം ഈസ് ഫൗണ്ട് ഇൻ ഏത് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറാണെന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫംഗൽ കിങ്ഡത്തിലെ ആദ്യത്തെ മെമ്പർ ആയിട്ടുള്ള ഫൈക്കോമൈസെറ്റ്സിലാണ് ഇത്തരത്തിലുള്ള സീനോസൈറ്റിക് മൈസീലിയം കാണപ്പെടുന്നത്. ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിലും കാണപ്പെടുന്നത് സെപ്റ്റേറ്റ് മൈസീലിയമാണ്, സീനോസൈറ്റിക് കണ്ടീഷൻ അല്ല. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ ഫൈക്കോമൈസെറ്റ്സിൻ്റെ ക്യാരക്ടറാണ് സീനോസൈറ്റിക് മൈസീലിയം. ഇത് മൈൻഡിൽ വെച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നമുക്കിവിടെ ഫൈക്കോമൈസെറ്റ്സിനോ ആസ്കോമൈസെറ്റ്സിനോ ബെസിഡിയോമൈസെറ്റ്സിനോ അല്ല കൊടുത്തിരിക്കുന്നത്, അതിലെ എല്ലാം മെമ്പേഴ്സാണ് എക്സാമ്പിളായിട്ട്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്തരത്തിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ഏത് ഗ്രൂപ്പാണോ ഡയറക്റ്റായിട്ട് ഫൈക്കോമൈസെറ്റ് എന്നൊക്കെ ചോദിക്കുന്നു, പക്ഷെ അങ്ങനെ ഒരിക്കലും ചോദിക്കില്ല.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോന്നിലും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം അതായിരിക്കും ഓപ്ഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ആസ്പെർജില്ലസ്. ആസ്പെർജില്ലസ് എന്ന് പറയുന്നത് ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. ഇനി ഓപ്ഷൻ ബി പെൻസിലിയം, അതും ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. ഇനി ഓപ്ഷൻ സി വരുന്നത് മ്യൂക്കർ. മ്യൂക്കർ എന്ന് പറയുന്നത് ഫൈക്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. ഓപ്ഷൻ ഡി എറിസിഫെ. എറിസിഫെ വരുന്നതും ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. അപ്പം 3 ഓപ്ഷൻ ഏതിലെ തന്നെയാണ്? ആസ്കോമൈസെറ്റ്സിലെ വരുന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് തന്നെ ചില കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇത് ഏത് ഗ്രൂപ്പിലാണെന്ന് അറിഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ആരാണ്? മ്യൂക്കർ മാത്രമാണ്, ഫൈക്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. അപ്പം ആൻസർ ഇവിടെ എന്താണ് വരുന്നത്? മ്യൂക്കറാണ്. ബ്രാഞ്ച് റെസെപ്റ്റേറ്റ്, സീനോസൈറ്റിക് മൈസീലിയം ഫൈക്കോമൈസെറ്റ്സിലെ മെമ്പറായ മ്യൂക്കറിൻ്റെ ക്യാരക്ടറാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. ഇൻ ഫഞ്ചൈ ദ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് ഒക്കേഴ്സ് ഇൻ. എന്താണ് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ്? ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡൈ എന്ന് വെച്ചാൽ 2 എന്നാണ് അർത്ഥം. ക്യാരിയോ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ന്യൂക്ലിയസ് എന്നാണ്. അപ്പോൾ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് എന്ന് വെച്ചാൽ 2 ന്യൂക്ലിയസ് പെർ സെൽ. അങ്ങനെ ഒരു സ്റ്റേജ് കാണിക്കുന്നുണ്ട് 2 ഗ്രൂപ്പുകൾ. ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആസ്കോമൈസെറ്റ്സിലും ബെസിഡിയോമൈസെറ്റ്സിലുമാണ് ഇത്തരത്തിൽ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ആസ്കോമൈസെറ്റ്സിലും ബെസിഡിയോമൈസെറ്റ്സിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഫേസ് ആണ് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് എന്ന് നോക്കിയാൽ, ഇതിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് 2 ഹൈഫേ അടുത്തടുത്ത് വരികയും ഒരു ഹൈഫയിൽ നിന്ന് രണ്ടാമത്തെ ഹൈഫയിലേക്ക് ന്യൂക്ലിയസിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തായിരിക്കും? ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈഫയിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റേ ഹൈഫയിൽ നിന്ന് ഒരു ന്യൂക്ലിയസ് ഈ ഒരു ഹൈഫയിലേക്ക് വന്നു. അങ്ങനെ ഈ 2 ന്യൂക്ലിയസും ഈ ഒരു സെല്ലേക്ക് സ്ട്രക്ചറിനകത്ത് നിൽക്കുന്നു. ഓക്കെ, അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് ഡൈക്കാരിയോട്ടിക്, 2 ന്യൂക്ലിയർ പെർ സെൽ എന്ന് പറയുന്ന സ്റ്റേജ്. ഈ 2 ന്യൂക്ലിയസും ആദ്യം തന്നെ ഫ്യൂസ് ചെയ്യാതെ ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഇതിനാണ് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ കാരിയോഗമി ഫോളോഡ് ബൈ മിയോസിസ്, സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജെനസ്ലി ഇൻ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കി. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിംഗിൾ സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജ് വന്നു. ഈ 2 ന്യൂക്ലിയസ് പിന്നീട് ഫ്യൂസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കാരിയോഗമി എന്ന് പറയുന്നത്. ഓക്കെ, കാരിയോഗമി കഴിഞ്ഞതിന് ശേഷം മിയോസിസ് നടക്കുകയും മിയോസിസിൻ്റെ ഫലമായിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ കാരിയോഗമി ഫോളോഡ് ബൈ മിയോസിസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എവിടെ നടക്കുന്നു, ഏത് സ്റ്റേജിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നതെന്ന് നമ്മളിവിടെ പറഞ്ഞു. ഇനി സ്പോർസ് എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, ഇവിടെ എക്സോജീനസ്ലി എന്ന് പറയുന്നൊരു ടേം വന്നിട്ടുണ്ട്. സ്പോർസ് 2 രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എക്സോജീനസ്ലി ആൻഡ് എൻഡോജീനസ്ലി. എക്സോജീനസ്ലി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്പോർസ് പുറമേൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് എക്സോജീനസ്ലി. എൻഡോജീനസ്ലി എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയിലെ ഉള്ളിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് എൻഡോജീനസ്ലി എന്ന് പറയുന്നത്. ഇവിടെ എക്സോജീനസ്ലി സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ന്യൂറോസ്പോറ. ന്യൂറോസ്പോറ ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. ഓൾട്ടർനേറിയ അതും ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. അഗാരിക്കസ് ബസീഡിയോമൈസെറ്റ്സിലെ മെമ്പറാണ്. ഓപ്ഷൻ ഡി സക്കറോമൈസസ്, അതും ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ സ്പോർസ് എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബസീഡിയോമൈസെറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒരു ക്യാരക്ടറാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബസീഡിയോമൈസെറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി അഗാരിക്കസ് ആണ്. ബാക്കി 3 ഓപ്ഷൻസ്, അതായത് ന്യൂറോസ്പോറ, ഓൾട്ടർനേറിയ, സക്കറോമൈസസ്, ഇത് 3ഉം എൻഡോജീനസ്ലി സെക്ഷുവൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പം ഇവർ 3ഉം വന്നിരിക്കുന്ന ഏത് ഗ്രൂപ്പിലാണ്? ആസ്കോമൈസെറ്റ്സ് ആണ്. അപ്പോൾ ആസ്കോമൈസെറ്റ്സിൽ സെക്ഷുവൽ സ്പോർസ് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുകയും എന്നാൽ ബസീഡിയോമൈസെറ്റ്സിൽ സെക്ഷുവൽ സ്പോർസ്
എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, ആസ്കോമൈസെറ്റ്സിൽ സെക്ഷൽ സ്പോർസ് എൻഡോജീനസ്ലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോജീനസ്ലിയാണ്. അപ്പോൾ മാറിപ്പോവരുത്, ആസ്കോമൈസെറ്റ്സിൽ അസെക്ഷൽ സ്പോർസ് എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെക്ഷൽ സ്പോർസ് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ബെസിഡിയോമൈസെറ്റ്സിൽ സെക്ഷൽ സ്പോർസ് എക്സോജീനസ്ലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം നീറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കിനി 17ാമത്തെ ചോദ്യം നോക്കാം. ഇൻ പെൻസീലിയം മിയോസിസ് ഒക്കേഴ്സ് ഇൻ. ഓക്കെ, പെൻസീലിയം എന്ന് പറയുന്നത് ആസ്കോമൈസെറ്റ്സിലെ ഒരു മെമ്പറാണ്. ഓക്കെ, ഇവിടെ മിയോസിസ് എവിടെയാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 15ാമത്തെ ചോദ്യം 16ാമത്തേതും 17ാമത്തേതും തമ്മിൽ ബന്ധമുള്ളതാണ്. സെയിം ടോപ്പിക്ക് തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ മിയോസിസ് എവിടെയാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സൂസ് ബൊറാഞ്ചിയം, ഓപ്ഷൻ ബി ആസ്കസ്, ഓപ്ഷൻ സി ബെസീഡിയം, ഓപ്ഷൻ ഡി ഇംപെർഫെക്റ്റ് സ്റ്റേജ്. പെൻസീലിയം എന്ന് പറയുന്നത് ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. ആസ്കോമൈസെറ്റ്സിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയെ വിളിക്കുന്ന പേരാണ് ആസ്കോകാർപ്പ്. ഓക്കെ, ആസ്കോകാർപ്പിനുള്ളിൽ കാണപ്പെടുന്ന ക്ലബ് ലൈക്ക് സ്ട്രക്ചറാണ് ആസ്കസ്. നമ്മൾ മുമ്പ് പഠിച്ച ക്വസ്റ്റ്യനിൽ കാരോഗ്യമി കഴിഞ്ഞിട്ട് മിയോസിസ് നടക്കുമെന്ന് പറഞ്ഞു. ആ പ്രോസസ്സിനെ പറ്റിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ പ്രോസസ്സ് നടക്കുന്നത് ആസ്കസിനുള്ളിലാണ്. ഇനി ബെസിഡിയോമൈസെറ്റ്സിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയെ വിളിക്കുന്ന പേരാണ് ബെസിഡിയോകാർപ്പ്. ബെസിഡിയോകാർപ്പിനുള്ളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ബെസീഡിയം. അപ്പോൾ ബെസിഡിയോമൈസെറ്റ്സിൻ്റെ സെക്ഷൽ സ്പോറിനെ വിളിക്കുന്ന പേരാണ് ബെസിഡിയോസ്പോർ. ഇനി ഓപ്ഷൻ ഡി കൊടുത്തിട്ടുണ്ട്, ഇംപെർഫെക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ഡ്യൂട്രോമൈസെറ്റ്സിൽ കാണപ്പെടുന്നതാണ് ഇംപെർഫെക്റ്റ് സ്റ്റേജ്. അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ് ഡ്യൂട്രോമൈസെറ്റ്സിൽ. അതുകൊണ്ട് തന്നെ അതിനെ ഫഞ്ചൈ ഇംപെർഫെക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് ഒരു പെർഫെക്റ്റ് സ്റ്റേജ്. ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ പെർഫെക്റ്റ് സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ, ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നാണ് വിളിക്കുന്നത്. അവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റീപ്രൊഡക്റ്റീവ് സ്പോർസ് ഫൗണ്ട് ഇൻ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. നമ്മൾ മുമ്പ് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് റീപ്രൊഡക്റ്റീവ് സ്പോർ. നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്, അതുകൊണ്ട് ഫഞ്ചൈ ഇംപെർഫെക്റ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർ ഏതായിരിക്കും? കൊണീഡിയയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ബാക്കി സ്പോർസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സൂസ്പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർസ് ഉണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. അപ്ലാനോസ്പോർ, ആസ്കോസ്പോർ, കൊണീഡിയ, സൂസ്പോസ്, ഹിപ്നോസ്പോസ്, അങ്ങനെ ഒരുപാട് തരമുണ്ട്. ഇതിൽ മോട്ടൈലായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്പോറാണ്, അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറാണ് സൂസ്പോർ എന്ന് പറയപ്പെടുന്നത്. ബാക്കിയെല്ലാം എന്താണ്? നോൺ മോട്ടൈലാണ്. ഇനി അപ്ലാനോസ്പോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോൺ മോട്ടൈലായിട്ടുള്ള തിൻ വോൾഡ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറാണ് അപ്ലാനോസ്പോർ എന്ന് അറിയപ്പെടുന്നത്. ആസ്കോസ്പോർ എന്ന് വെച്ചാൽ സെക്ഷൽ സ്പോർസ് ആണ്, ആസ്കോമൈസെറ്റ്സിൽ കാണപ്പെടുന്ന സ്പോർസ് ആണ്. കൊണീഡിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക്ക് വൈറസ് ആണ്. വൈറസുമായിട്ട് ബന്ധപ്പെട്ട, വൈറസിൻ്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ടതും പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യത്തേത്, നെയിം ദ സയൻറ്റിസ്റ്റ് ഹൂ ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ദ എക്സ്ട്രാക്ട്സ് ഓഫ് ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഓഫ് ടൊബാക്കോ കുഡ് കോസ് ഇൻഫെക്ഷൻ ഇൻ ഹെൽത്തി പ്ലാന്റ്സ് ആൻഡ് കോൾ ദ ഫ്ലൂയിഡ് ആസ് കണ്ടാജിയം വൈവം ഫ്ലൂയിഡ് ബ്രാക്കറ്റിൽ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് അഥവാ കണ്ടാജിയം വൈവം ഫ്ലൂയിഡം, ആ ഒരു ടേം കോയിൻ ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയിലേക്ക് പോവാം. DJ ഇവാനോസ്കി. എന്താണ് DJ ഇവാനോസ്കിയുടെ കോൺട്രിബ്യൂഷൻ നോക്കാം. അദ്ദേഹമാണ് ആദ്യമായിട്ട് വൈറസിനെ കണ്ടുപിടിച്ചത്. ആദ്യമായി കണ്ടെത്തിയ വൈറസ് എന്ന് പറയുന്നത് TMV അഥവാ ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ടൊബാക്കോ പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ്. ഇതിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊബാക്കോ പ്ലാന്റ്സിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം എന്തോ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് ആ ഒരു എക്സ്ട്രാക്റ്റ് എടുത്തപ്പോൾ, ആ ഒരു ടൊബാക്കോ ലീവ്സിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ബാക്ടീരിയൽ ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പെർട്ടിക്കുലർ ഓർഗാനിസം ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയയെക്കാട്ടി ചെറിയ എന്തോ ഒരു ഓർഗാനിസമാണ്, അതുകൊണ്ടായിരിക്കുമല്ലോ ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോയത്. അത്തരത്തിൽ വൈറസിൻ്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു കണ്ടെത്തൽ നടത്തിയ ആളാണ് DJ ഇവാനോസ്കി എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ടെത്തിയ വൈറസ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് വൈറസിനെ കണ്ടെത്തിയത് വൈറസ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്.
ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് MW ബേജർനിക്. ഓക്കെ, MW ബേജർനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഫ്ലൂയിഡ്, ആ ഒരു എക്സ്ട്രാക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ആ എക്സ്ട്രാക്റ്റ് മറ്റ് ടൊബാക്കോ പ്ലാന്റ്സിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഡിസീസ് ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ടേം, ആ ഒരു പെർട്ടിക്കുലർ ഫ്ലൂയിഡിനെ അദ്ദേഹം എക്സ്ട്രാക്റ്റിനെ വിളിച്ചത് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം, ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്ന് ആ ഒരു പേര് കൊടുത്തത്. ഇത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഡെമോൺസ്ട്രേറ്റഡ് ദ ഇൻഫെക്ഷ്യസ് നേച്ചർ ഓഫ് വൈറസ് ആൻഡ് ഗേവ് ദ ടേം കണ്ടേജിയം വൈവം ഫ്ലൂയിഡ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ടിയോ ഡെയ്നർ ആണ്. വൈറോയിഡ്സ്, വൈറസ് അല്ല വൈറോയിഡ്സ്, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. വൈറോയിഡ്സിനെ കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് ടിയോ ഡെയ്നർ. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്ന ലൂയിസ് പാസ്റ്ററുടെ കോൺട്രിബ്യൂഷൻ. ലൂയിസ് പാസ്റ്റർ വൈറസ് എന്നുള്ള ടേം കൊടുത്തത് ലൂയിസ് പാസ്റ്ററാണ്. ഈ ഒരു ടേമിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ പോയിസൺ അല്ലെങ്കിൽ വെനം എന്നാണ് വൈറസ് എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ 4 ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത്. ഇതും അല്ലാതെ വേറെ നമുക്കൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ചുകൂടെ പഠിക്കാനുണ്ട്. അതാണ് WM സ്റ്റാൻലി. ഓക്കെ, WM സ്റ്റാൻലിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഈ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് വൈറസിൻ്റെ ഒരു നോൺ ലിവിങ് പ്രോപ്പർട്ടിയാണ്. വൈറസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം അത് ലിവിങ് തിങ്സിൻ്റെയും നോൺ ലിവിങ് തിങ്സിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വൈറസിൻ്റെ നോൺ ലിവിങ് പ്രോപ്പർട്ടിയാണ് അതിനെ ക്രിസ്റ്റലാക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഷുഗർ ക്രിസ്റ്റൽ പോലെയോ സോൾട്ട് ക്രിസ്റ്റൽ പോലെയോ, അപ്പോൾ ഇതിൻ്റെ പ്രോട്ടീൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അതിനെ ഒരു ക്രിസ്റ്റലിൻ്റെ ഫോമിലാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയുടെ പുറത്ത്, എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു സ്ഥലത്ത്, ഒരു പേപ്പറിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൻ്റെ പുറത്ത് ഒരു ക്രിസ്റ്റലിൻ്റെ ഫോമിൽ പറ്റി പിടിച്ചിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വൈറസിൻ്റെ ഒരു നോൺ ലിവിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താണ് ലിവിങ് പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസിന് ഒരു ജനറ്റിക് മെറ്റീരിയലുണ്ട്. ഒരു DNA അല്ലെങ്കിൽ ഒരു RNA, ഇതിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNAയോ എന്ത് വേണേലും ആകാം. അങ്ങനെ ഒരു ജനറ്റിക് മെറ്റീരിയലും അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ടും കാണപ്പെടുന്നുണ്ട്. ഈ പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വൈറസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവിങ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന് ഒരു ജനറ്റിക് മെറ്റീരിയൽ പ്രസൻ്റ് ആണ്, അതൊരു ലിവിങ് പ്രോപ്പർട്ടിയാണ്. ഇനി വൈറസിൻ്റെ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ, അങ്ങനെ തന്നെ ഒരു റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഒരു ഹോസ്റ്റ് ആവശ്യമാണ്. അതൊരു പ്ലാന്റ് ആവാം, അല്ലെങ്കിൽ ഒരു അനിമൽ ആവാം, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഹോസ്റ്റിനുള്ളിലേക്ക് കയറുകയും അങ്ങനെ അവിടെ ഒരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസത്തിന് അതിന് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹോസ്റ്റ് ആവശ്യമായിട്ട് വേണ്ട അത്തരത്തിലുള്ള പാരസൈറ്റുകളെയാണ് നമ്മൾ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോസ്റ്റ് ഇല്ലെങ്കിൽ എന്താണ്, ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഹോസ്റ്റിൻ്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ ബോഡിയിലെ എൻസൈംസും ബാക്കിയുള്ള മെഷീനറി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റീപ്രൊഡക്ഷൻ നടത്തുകയും ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം MW ബേജർനിക് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? വൈറോയിഡ്സ് ലാക്ക് എ പ്രോട്ടീൻ കോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വൈറോയിഡ്സിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. എന്താണ് വൈറോയിഡ്സ്? വൈറോയിഡ്സ് എന്ന് പറയുന്ന ഓർഗാനിസത്തിന് വൈറസിനെക്കാട്ടി ചെറുതായിട്ടുള്ള ഓർഗാനിസമാണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിനൊരു സ്മോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണുള്ളത്. എന്നാൽ വൈറസുകളെ പോലെ പ്രോട്ടീൻ കോട്ട് കാണപ്പെടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഡിസീസ് കണ്ടുപിടിച്ചതാണ് വൈറോയിഡ്സ്. വൈറോയിഡ്സിനെ ഡിസ്കവർ ചെയ്തത് ടിയോ ഡെയ്നർ ആണ്. ഇനി വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. അപ്പം അതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഓപ്ഷൻ എയും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുപോലെ ബിയും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഇൻഫെക്റ്റീവ് കോൺസ്റ്റിറ്റ്വൻ്റ് ഇൻ വൈറസ് ഈസ് പ്രോട്ടീൻ കോട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈറസിൻ്റെ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് അതിൻ്റെ പ്രോട്ടീൻ കോട്ടാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു ഒരു ജനറ്റിക് മെറ്റീരിയലുണ്ട്, പ്രോട്ടീൻ കോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇൻഫെക്ഷന് കാരണമാകുന്ന വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ്. ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ് ഉള്ളിലേക്ക് പോയിട്ട് ഡിസീസ് കോസ് ചെയ്യുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ പ്രോട്ടീൻ കോട്ടിന് അവിടെ വലിയ റോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷസ് കോൺസ്റ്റിറ്റ്വൻ്റ് എന്താണ്? ജനറ്റിക് മെറ്റീരിയലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രയോൺസ് കൺസിസ്റ്റ് ഓഫ് അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ്. ഈ വൈറസും
പഠിച്ചു, വൈറോയിഡ്സ് പഠിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഓർഗാനിസമാണ് പ്രയോൺസ്. പ്രയോൺസ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ വൈറസിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് വിപരീതമായിട്ട് വൈറസിൽ ജനറ്റിക് മെറ്റീരിയലും പ്രോട്ടീൻ കോട്ടുണ്ട്. വൈറോയിഡ് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ജനറ്റിക് മെറ്റീരിയലായ RNA മാത്രമാണുള്ളത്. എന്നാൽ പ്രയോൺസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോട്ടീൻ കോട്ട് മാത്രമേ ഉള്ളൂ, ഫോൾഡഡ് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, അകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഒന്നുമില്ല. ഇത്തരത്തിൽ വെറും ഒരു പ്രോട്ടീൻ കോട്ടുള്ള സ്ട്രക്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രോട്ടീൻ മാത്രം ഉള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രയോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, അതായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? Infective constituent in virus is protein coat. Next question. The genetic material of bacteriophages. ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, ഡബിൾ സ്റ്റാൻഡേർഡ് RNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഓരോ ഹോസ്റ്റിലും വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോ ടൈപ്പ് വൈറസും അത് ജനറ്റിക് മെറ്റീരിയൽ അനുസരിച്ച് തന്നെ വൈറസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാക്ടീരിയോഫേജിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ടീരിയോഫേജ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഇനി നമുക്ക് നോക്കാം പ്ലാൻ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന്. പ്ലാൻ വൈറസിൽ സാധാരണയായി ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് പ്ലാൻ വൈറസിൽ കാണുന്നത്. ഇനി അനിമൽ വൈറസ് എടുത്തു കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കാരണം സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്. അങ്ങനെ 3 തരം ജനറ്റിക് മെറ്റീരിയലും അനിമൽ വൈറസുകളിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പം. പ്ലാൻ വൈറസിലും സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണെങ്കിൽ ബാക്ടീരിയോഫേജിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ആനിമൽ വൈറസോ എല്ലാ തരവും കാണുന്നുണ്ട്. അതായത് സിംഗിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്, അതുപോലെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഏതായിരുന്നു? ഡബിൾ സ്റ്റാൻഡേർഡ് DNA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ആസ് ബയോ ഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ? ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഓർഗാനിസം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ലൈക്കൻസ്, ബി ആൽഗെ, സി ഫഞ്ചൈ, ഓപ്ഷൻ ഡി ബാക്ടീരിയ. ഇവിടെ ആൻസർ ലൈക്കൻസ് ആണ്. ലൈക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ. ആൽഗയുടെയും ഫംഗസിൻ്റെ ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ്, ഒരു മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള അസോസിയേഷനാണ് ലൈക്കൻ എന്ന് പറയുന്നത്. ഇവിടെ ആൽഗൽ പാർട്ട്ണർ എന്ന് വെച്ചാൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. എന്നാൽ ഫംഗൽ പാർട്ട്ണറോ? ആൽഗൽ പാർട്ട്ണറിനുള്ള ഷെൽട്ടർ കൊടുക്കുന്നതും അതുപോലെ ഫുഡ് പ്രിപ്പയറിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് എത്തിച്ചു കൊടുക്കുന്നതും ആരാണ്? ഫംഗൽ പാർട്ട്ണറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ലൈക്കൻസ് ആണ്. ഇത് സിംബയോട്ടിക് അസോസിയേഷന് ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സാപ്രോഫൈറ്റ്, പാരസൈറ്റ്, ലൈക്കൻസ്, മൈക്കോറൈസ. അപ്പം എന്താണ് ഇതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? സാപ്രോഫൈറ്റ്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായിരുന്നു സാപ്രോഫൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഇവിടെ രണ്ടാമത്തേത് അല്ലേ, ഡീകമ്പോസിഷൻ ഓഫ് ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽ. ഓക്കെ, ഇനി ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് പാരസൈറ്റ് എന്നാണ്. എന്താണ് പാരസൈറ്റ് എന്ന് പറയുന്നത്? ലിവിങ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ഓർ ആനിമൽസ്, അതാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലൈക്കൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫഞ്ചൈ ആണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. മൈക്കോറൈസ എന്ന് പറയുമ്പോഴോ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ ആൻഡ് പ്ലാന്റ് റൂട്ട്സ് ആണ് മൈക്കോറൈസ. ഓക്കെ, ഇതും കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ABCD ഓപ്ഷൻ അങ്ങനെ അത് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങളതനുസരിച്ച് എഴുതിയാൽ മതി. എ എന്ന് പറയുന്നത് സാപ്രോഫൈറ്റ് ആണ്, എ എന്ന് പറയുന്നത് A2 ആണ് വരുന്നത്, ബി എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്, ബി എന്ന് പറയുന്നത് പാരസൈറ്റ്, ബി എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്, സി എന്ന് പറയുന്നത് ലൈക്കൻസ് എന്തായിരുന്നു? ആൽഗെ ആൻഡ് ഫഞ്ചൈ ആണ് വരുന്നത്, ഡി എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോറൽസ് ആൻഡ് ട്രഫിൾസ് ആർ എഡിബിൾ ഡെലിക്കസീസ്. മോറൽസ് ആൻഡ് ട്രഫിൾസ് എന്ന് പറയുന്നത് ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ്. എഡിബിൾ ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ് മോറൽസ് ആൻഡ് ട്രഫിൾസ്. നമ്മൾ സാധാരണ അഗാരിക്കസ്, ബെസീഡിയോമൈസെറ്റ്സിലെ മെമ്പറാണ് എഡിബിൾ ആയിട്ട് കൂടുതലായിട്ടും പറയാറുള്ളത്. ആസ്കോമൈസെറ്റ്സിലെ 2 എഡിബിൾ മെമ്പേഴ്സാണ് മോറൽസ് ആൻഡ് ട്രഫിൾസ് എന്ന് പറയുന്നത്.
ഇനി ഓപ്ഷൻ ബി, claviceps a source of many alkaloids and LSD. LSD ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ് ക്ലാവിസെപ്സ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത്, കൊണീഡിയ ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി ആൻഡ് ആസ്കോസ്പോസ് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനസ്ലി. കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കൊണീഡിയ എന്ന് പറയുന്നത് ആസ്കോമൈസെറ്റ്സിൻ്റെ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്പോസ് ആണ്. അത് എക്സോജീനസ്ലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ആസ്കോസ്പോസ് എന്ന് പറയുന്നത് സെക്ഷൽ സ്പോസ് ആണ്, എൻഡോജീനസ്ലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോസ്, അത് എക്സോജീനസ് ആൻഡ് എൻഡോജീനസ് ഒക്കെ. ഇനി ഈസ്റ്റ് ഹാവ് ഫിലമെൻറ്റസ് ബോഡീസ് വിത്ത് ലോങ് ത്രെഡ് ലൈക്ക് ഹൈഫേ. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നതാണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്കോമൈസെറ്റ്സിലെ മെമ്പറാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് സക്കാരോമൈസിസ് സെർവീസി എന്നാണ്. ആസ്കോമൈസെറ്റ്സിലെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള മെമ്പറാണ് സക്കാരോമൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമ്മൾ പഠിച്ച മെമ്പർ ഒന്നും യൂണിസെല്ലുലാർ അല്ല. അപ്പോൾ ഇതിലുള്ളതിൽ യൂണിസെല്ലുലാർ മെമ്പറിന് എക്സാമ്പിളാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് മാറിപ്പോയിരുന്നു. അപ്പോൾ അത് 13th ക്വസ്റ്റ്യൻ. അപ്പം ടോട്ടൽ നമ്മളിപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിലൊന്ന് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.